സ്വാഗതം. SSLC IT മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിശോധിക്കാം. ഇങ്ക്സ്കേപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. പ്രിപ്പയർ എ പിക്ചർ ഓഫ് എൻട്രൻസ് ഗേറ്റ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. അറേഞ്ച് ദ ടെക്സ്റ്റ് കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് ഇൻ എ കർവ് ഷേപ്പ്. ഇത്തരത്തിൽ കാണുന്ന മാതൃകയിൽ ഒരു ചിത്രം തയ്യാറാക്കി അത് SVG ഫോർമാറ്റിലായി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും _ക്വസ്റ്റ്യൻ നമ്പറുമായി നൽകി സേവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇങ്ക്സ്കേപ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. ആദ്യമായി ഇങ്ക്സ്കേപ്പ് ഒന്ന് റീസെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. റീസെറ്റ് ചെയ്യുന്നതിനായി പ്ലേസസിൽ നിന്നും ഹോമിലെ റീസെറ്റ് സെറ്റിങ്സ് എന്ന ഫോൾഡറിലെ റീസെറ്റ് ഇങ്ക്സ്കേപ്പ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് അതൊന്ന് റീസെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ഇതിലെ ഈ പേജ് ബോർഡർ കളയുന്നതിന് വേണ്ടി ഫയൽ, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിലെ ഷോ പേജ് ബോർഡർ എന്നത് കളഞ്ഞാൽ ആ ഒരു ഔട്ട്ലൈൻ മാറി നമുക്ക് കുറച്ചുകൂടി വിശാലമായ ഒരു ഏരിയ വർക്ക് ചെയ്യുന്നതിനായിട്ട് ലഭിക്കും. ഇനി നമുക്കൊരു ഹാഫ് സർക്കിളാണ് ആദ്യം വരയ്ക്കേണ്ടത്. ഹാഫ് സർക്കിൾ വരയ്ക്കുന്നതിന് സർക്കിൾ ടൂൾ എടുക്കാം. ഒരു വലിയ വലുപ്പത്തിലൊരു സർക്കിൾ വരയ്ക്കാം. അതിൻ്റെ നിറം ഈ ഒരു ടീൽ എന്ന ഈ ഒരു കളറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വലിപ്പം ആവശ്യത്തിന് നമുക്കത് ക്രമീകരിക്കാൻ കഴിയും. ഇനി ഇതിനെ ഹാഫ് സർക്കിളാക്കി മാറ്റുന്നതിന് വീണ്ടും ഈ സർക്കിൾ ടൂൾ തന്നെ സെലക്ട് ചെയ്യുക. സർക്കിൾ ടൂൾ ആണെങ്കിൽ മാത്രമാണ് നമുക്കിതിനെ ഹാഫ് സർക്കിളാക്കാൻ കഴിയുക. സർക്കിൾ ടൂളിൽ നിൽക്കുന്ന സമയത്ത് ഈ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് 180 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ അതൊരു ഹാഫ് സർക്കിളായിട്ട് മാറുന്നത് കാണാം. നമുക്ക് വീണ്ടും ഈ ട്രാൻസ്ഫോം ടൂൾ എടുത്തുകൊണ്ട് ഇതിൻ്റെ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് കൂടെ എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്നത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് മറ്റൊരു നിറം നൽകാം. അതിനുശേഷം അതിൻ്റെ ഒരു വലിപ്പം ഒന്ന് ക്രമീകരിക്കാം. വലിപ്പം ക്രമീകരിക്കാൻ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുന്ന അതിൻ്റെ ഒരു പ്രപ്പോർഷൻ കൃത്യമായിട്ട് തന്നെ നിലനിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ആ ഒരു വലിപ്പം ക്രമീകരിക്കുന്നത്. അങ്ങനെ ആവശ്യത്തിനുള്ള വലിപ്പം ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഈ ഹാഫ് സർക്കിളിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുത്ത് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ടെക്സ്റ്റ് കർവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു ഹാഫ് സർക്കിൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഈ വരച്ചിരിക്കുന്ന ഈ രണ്ടെണ്ണം, ഈ ടീൽ കളറും അതുപോലെ യെല്ലോ കളറും രണ്ടും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് രണ്ടും ക്ലിക്ക് ചെയ്താൽ രണ്ടും സെലക്ഷനിൽ വരുന്നതാണ്. ഇനി നമുക്കതിൻ്റെ ഒരു കട്ട് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പാത്തിൽ നിന്നും ഡിഫറൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത് അങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു ടെക്സ്റ്റാണ്. ആ ഒരു ടെക്സ്റ്റ് കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റാണ്. നമുക്കത് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യാം. കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിൽക്കുന്നത് 30 എന്ന് പറയുന്ന ഒരു ഫോണ്ട് സൈസിലാണ്. ആ ഫോണ്ടിൻ്റെ സൈസ് ഒരു 90 ഒക്കെ ആക്കിയാൽ കുറച്ചുകൂടി വലിയൊരു ടെക്സ്റ്റിലേക്ക് അത് കിട്ടും. നമുക്കിനി ആ ടെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ്, ക്യാപിറ്റൽ ലെറ്ററിലാണ്. കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ്. ഇനി ഈ രണ്ട് ടെക്സ്റ്റും, അപ്പോൾ ഇതിൻ്റെ ഈ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ബോൾഡ് ആക്കാം. ഇവിടെ നോർമൽ എന്നുള്ളത് ബോൾഡ് ആക്കുന്നു. അതുപോലെ തന്നെ കളർ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കിനി സെലക്ട് ചെയ്യാം. ഈ ഒരു ടെക്സ്റ്റും ഈ ഒരു ഹാഫ് സർക്കിളും കൂടെ സെലക്ട് ചെയ്യാം. അതിനെ ട്രാൻസ്ഫോം ടൂൾ, സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നു. ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഷിഫ്റ്റ് നെക്ക് പിടിച്ചുകൊണ്ട് ഈ രണ്ടും നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഈ ഹാഫ് സർക്കിളും സെലക്ട് ചെയ്തു, ഈ ടെക്സ്റ്റും സെലക്ട് ചെയ്തു. അതിനുശേഷം ടെക്സ്റ്റിലെ പുട്ട് ഓൺ പാത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കവിടെ കാണാം ഒരു ടെക്സ്റ്റ് അതിന് കൃത്യമായിട്ടവിടെ വന്നിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് കവർ ചെയ്ത് നിൽക്കുകയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് മുഴുവനായിട്ട് സെലക്ട് ചെയ്ത് അതിൻ്റെ വലിപ്പം കുറച്ച് വലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആവശ്യത്തിന് ഒരു വലിപ്പത്തിൽ തന്നെ അത് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റ് സെലക്ഷൻ ടൂള് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിതിൻ്റെ ഈ ഉള്ളിൽ കാണുന്ന ഹാഫ് സർക്കിൾ മാറ്റുന്നതിന് വേണ്ടി ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിലെ ഫില്ലിന് താഴെയുള്ള ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ ആ ഒരു ഹാഫ് സർക്കിൾ മാറി വരുന്നതാണ്.
ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊണ്ട് അനുയോജ്യമായ വലിപ്പം നമുക്ക് ക്രമീകരിക്കാം. ഈ ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് അനുയോജ്യമായ വലിപ്പത്തിലേക്ക് അത് ക്രമീകരിക്കാം. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് താഴ്വശത്ത് 2 റെക്റ്റാങ്കിൾ ടൂളുകൾ ഉപയോഗിച്ചിട്ട് വരുന്ന ഷേപ്പാണ്. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു മെറൂൺ കളറാണ്. നമുക്ക് ആ ഒരു മെറൂൺ കളർ കൊടുക്കാം. ഇനി അതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് ഈ ഒരു വശത്തേക്കും അത് ക്രമീകരിക്കാം. ഇനി എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് എല്ലാം കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് ഫയൽ സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോം സെലക്ട് ചെയ്ത് exam10 സെലക്ട് ചെയ്ത് നമ്മുടെ ഈ ഫയൽ നെയിം രജിസ്റ്റർ നമ്പറും _ ക്വസ്റ്റ്യൻ നമ്പറും നൽകി സേവ് ചെയ്യുന്നതോടുകൂടി ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.